ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തില് എന്തായാലും വിക്രം ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും വലിയ പേടിയോട് കൂടി തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. അവൻ എന്തെങ്കിലും കല്യാണിയെയും അതുപോലെ കാർത്തികയെയും ചെയ്യും, അവൻ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുമെന്നുള്ള പേടിയിൽ തന്നെയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ മനോഹർ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രസേന മുഖേന എല്ലാവരും കാര്യങ്ങൾ അറിയുന്നുണ്ട് അവൻ പുറത്തിറങ്ങിയെന്ന കാര്യം. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയോടും അതുപോലെ കല്യാണിയോടും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കല്യാണിയോടാണ് പറയുന്നത്, മോള് ശ്രദ്ധിക്കണം, മോളുടെ ഈ അവസ്ഥയിൽ അവൻ എന്തെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്താൽ മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മോൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയല്ലേ, അവൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും വേഗം പൊക്കോ, അകത്തേക്ക് കയറിപ്പോക്കോ, അവനിങ്ങാണ്ട് ഇവിടേക്ക് വന്നാലോ, മതി നടന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ കല്യാണിയെ പറഞ്ഞയക്കുകയാണ്. ഇതിനിടയിലാണെങ്കിൽ സരയു നമ്മുടെ വിക്രത്തിനെ കാണുന്നുണ്ട്. അങ്ങനെ സരയുവിന് നല്ല പേടിയുണ്ട് വിക്രത്തിനെ കാണുന്നില്ല, ആരെങ്കിലും കാണോ അറിയോ എന്നുള്ള വിചാരമൊക്കെ അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ആ സമയത്ത് വിക്രത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവണടാ നിന്റെ അരികിലേക്ക് വരാനായിട്ട്, ആരെങ്കിലും അറിഞ്ഞാലും നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ നീ സഹായിച്ചില്ലേ കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതുപോലൊരു സാഹചര്യം നീ എനിക്ക് ഒരുക്കിത്തായോ. പിന്നെ അങ്കിളിന്റെ കയ്യിൽ അവളെ കൊല്ലാൻ വേണ്ടി പോയ സമയത്ത് കത്തിയാണ് കയ്യിലുണ്ടായിരുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ കത്തിയല്ല, എൻ്റെ കയ്യിൽ എന്തായാലും തോക്കാണ് ഉണ്ടായിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഇനി നിന്റെ അച്ഛന് ഒരുപാട് ആഗ്രഹമായിരുന്നു കിരണുമായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാകണമെന്നുള്ളത് നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ വിക്രം രാഹുലിനെ പറ്റിയിട്ട് ഇവളോട് പറയുന്നുണ്ട്, സരയിനോട്. അപ്പൊ സരയിന് അത് കേൾക്കുമ്പോൾ വലിയ സങ്കടമൊക്കെ ആവുകയാണ്. എന്തായാലും സരയി പറയുന്നുണ്ട്, എൻ്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണം, എൻ്റെ അച്ഛൻ എന്തായാലും വെറുതെ പോയി കാട്ടിലോട്ട് പോയി മരണപ്പെട്ടതല്ല, കിരൺ തന്നെ വാങ്ങിച്ചു കൊടുത്ത മരണമാണ്, എന്നാലും കുഴപ്പമില്ല, അവനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടണം, എൻ്റെ മകളുടെ അച്ഛനായി തന്നെ അവനെ കിട്ടണം, അതുപോലെ തന്നെ ആ കല്യാണിയെ നീ ഇല്ലാതാക്കണം, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, അവരെവിടേക്ക് പോകുന്നു, എപ്പോൾ പോകുന്നു എന്നുള്ള കാര്യം നീ എനിക്ക് നിർദ്ദേശങ്ങൾ തരണം എന്ന് പറയുകയാണ്. എന്തായാലും നിന്നെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയൊക്കെ അറിയിക്കാനായിട്ട് എന്തായാലും ഫോൺ വഴി വേണ്ട, ഫോൺ വഴി ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നവും, അവരെ കണ്ടുപിടിക്കും. നാളെ എന്തായാലും ഇതേ സമയത്ത് ഇവിടേക്ക് നിനക്ക് വരാൻ പറ്റും, ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വൈകിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരി വരാം എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രം രാത്രി സമയത്ത് സരയുവിനെ വിളിക്കുകയാണ്. സരയു എന്തായി കാര്യങ്ങളൊക്കെ, അപ്പോൾ നീ വന്നത് എന്തായാലും അവര് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കിരൺ ആണെങ്കിൽ സരയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സരയു നീ അറിഞ്ഞോ, ഓഫീസിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നീ അറിഞ്ഞോ അവൻ വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത ശത്രു ഇറങ്ങിയിട്ടുണ്ട്, ആ വിക്രം ഇപ്പോൾ ജയിലിൽ നിന്ന് പരോൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സരയു പറയുകയാണ്, അറിയാത്ത പോലെ ഞെട്ടലോട് കൂടിയിട്ട്, ആണോ എങ്കിൽ അവനെയും ഇല്ലാതാക്കണം കിരണെ, അത് അവനെ കൊല്ലണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ കിരണിന്റെ രക്തം തിളപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഈ പറയുന്ന വിക്രം രാത്രി സരയുനെ വിളിക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, നീ വന്ന കാര്യം അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, പിന്നെ നീ അവളെ വേഗം തന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അതുപോലെ ഈ പറയുന്ന സ്റ്റെഫിയൊക്കെ പറഞ്ഞയച്ചത് ഈ കിരണൊക്കെ തന്നെയാണ്. അവനിപ്പോൾ കാട്ടിൽ നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കാട്ടിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോയി മൃഗങ്ങൾക്ക് തീറ്റയാക്കുന്നത്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ സരയു കൊടുക്കുന്നുണ്ട് നമ്മുടെ വിക്രത്തിന്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കയ്യിൽ അതിന് തോക്കാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരയു അങ്ങനെ രാത്രി സമയത്ത് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും പിന്നെ സരയുമുണ്ട്, 3 ആളും കൂടിയിട്ട് കല്യാണിയെ പതുക്കെ പിടിച്ച് നടത്തുകയാണ് കിരൺ. അപ്പൊ കൂടെ കിരൺ ഉള്ളത് കൊണ്ട് സരയുവിന് ചെറിയൊരു പേടിയുണ്ട്, അവന് ഉണ്ടായിക്കഴിഞ്ഞാല് അവളെ രക്ഷപ്പെടുത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വിക്രം ആണെങ്കിൽ കുറെ അകലെ മാറിന്ന് തോക്കും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തോക്കും പിടിച്ചിട്ട് അവൾ അതായത് നമ്മുടെ കല്യാണിയുടെ തലയുടെ പുറകിലേക്ക് വെടിവെക്കുകയാണ്. ഉണ്ട അങ്ങനെ തുളച്ച് കയറുകയും അവൾ അപ്പം തന്നെ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. ചോരയിൽ ഇങ്ങനെ തലയിൽ നിന്ന് ബ്ലഡ് പോയിട്ട് ഇങ്ങനെ കിടക്കുന്ന കല്യാണിയെ കണ്ടിട്ട് കിരൺ ഞെട്ടിപ്പോവുകയാണ്. സരയുവിന്റെ മുഖത്ത് പുഞ്ചിരിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ സരയുവിന്റെ മുഖത്ത് പുഞ്ചിരി കണ്ട് കിരൺ ആകെ അന്തം വിട്ടു പോവുകയാണ്. എന്തായാലും ആ ഒരു പൊട്ടിച്ചിരി നല്ലൊരു വലിയ ചിരിയായി മാറുകയാണ്. പക്ഷേ അതൊക്കെ തന്നെ നമ്മുടെ സരയുവിന്റെ സ്വപ്നം മാത്രമായിരുന്നു. സരയുവിന്റെ ആഗ്രഹം നടക്കാത്തൊരാഗ്രഹം തന്നെയാണ് അവൾ സ്വപ്നമായിട്ട് കണ്ടത്.
അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയു രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വിക്രത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ്. വിക്രത്തിനോട് പറയുന്നുണ്ട്, ഞാനൊരു സാഹചര്യം നിനക്ക് ഒരുക്കി തരാം, നീ അവിടെ വെച്ച് തീർത്തോളണം എന്ന് പറയുകയാണ്. പക്ഷേ ഈ പറയുന്ന സരയുന്റെയും വിക്രത്തിന്റെയും ഒരു അടവുകളും ഒരു ഐഡിയകളും നടക്കുന്നില്ല. എല്ലാവരെയും അവൻ അതായത് കിരൺ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറയുന്നത് പ്രകാശനാണ്. നമ്മുടെ വെറുതെ ആണെങ്കിൽ പോലും കാർത്തിക ചോദിക്കുന്നുണ്ട് പ്രകാശനോട്, മോൻ പുറത്തിറങ്ങിയിട്ട് അച്ഛൻ കാണാൻ പോകുന്നില്ലേ, പുന്നാരപുത്രനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, എൻ്റെ പുന്നാരപുത്രൻ തന്നെയായിരുന്നു. അവനെ ഞാൻ എൻ്റെ നിലത്ത് നിർത്താതെ എൻ്റെ തോളിൽ വെച്ചിട്ടാണ് അവനെ ഞാൻ കൊണ്ടു നടന്നിരുന്നത്. തോള് കഴച്ചാൽ പോലും ഞാൻ അവനെ താഴെ ഇറക്കില്ലായിരുന്നു. പക്ഷെ അതേ സമയത്ത് എൻ്റെ പൊന്നുമോളെ കല്യാണി മോളെ ഞാൻ പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടി. എന്നിട്ടും അവൻ്റെ കയ്യിൽ നിന്നും എന്നെ ഇപ്പൊ നോക്കുന്നത് എൻ്റെ മകളാണ്. അവനെ കൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദേഷ്യവും നമ്മുടെ പ്രകാശിന്റെ മനസ്സിലുണ്ട്. എന്തായാലും ഈ പറയുന്ന വിക്രത്തിന്റെയും സരയുന്റെയും ഐഡിയകളൊന്നും നടക്കില്ല. വിക്രത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ കിരണും അതുപോലെ വേലുവും രതീഷും എല്ലാവരും കൂടിയിട്ട് അവനെ തല്ലിച്ചതയ്ക്കുകയും പ്രത്യേകിച്ച് കൂട്ടു നിൽക്കുന്നത് ഇവൻ തന്നെയാണ്. ആര്, നമ്മുടെ പ്രകാശൻ തന്നെയാണ്. അപ്പൊ പെങ്ങന്മാർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്, അതായത് കാദംബരിയും കല്യാണിയും പറയുകയാണ്, അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ മരണപ്പെടുകയാണ് ഏറ്റവും നല്ലത്, അത് അവൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹമില്ല എന്ന് കാദംബരി പറയുമ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, ഇപ്പൊ ആർക്ക് ആഗ്രഹം അവൻ ജീവിച്ചിരിക്കണമെന്ന്, അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുപോലെ തന്നെ കിരൺ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സരയുവിന് ആ ഒരു കൂട്ടം നഷ്ടപ്പെടുകയാണ്. പിന്നീട് സരയുവിന്റെ മനസ്സിലുള്ള ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി അവൾ ഉള്ളിൽ നിന്ന് കളിക്കുകയാണ്. അതായത് പുറമെ അവരോട് ചിരിച്ചുകൊണ്ട് അകത്ത് അവരോടുള്ള ദേഷ്യം കാണിച്ചുകൊണ്ട് അപകടപ്പെടുത്താൻ. ഇനിയിപ്പോ കല്യാണി എവിടേക്കെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ വരെയും കല്യാണി കൂടെ ഇറങ്ങിപ്പോകും നമ്മുടെ സരയുവിന്റെ കൂടെ. അങ്ങനെ സരയുവിന് ആർക്കും സംശയമില്ലല്ലോ, ശത്രുവിന്റെ പക്ഷത്തല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കല്യാണിയെ അപകടപ്പെടുത്താൻ അവൾക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അവള് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നോക്കും. പക്ഷേ അവിടെയും നമ്മുടെ കല്യാണിയെ രക്ഷപ്പെടുത്താൻ കിരൺ ഉണ്ടാകും. അപ്പോഴായിരിക്കും ഈ സരയുവിന്റെ മനസ്സിലിരിപ്പ് എല്ലാവരും അറിയുന്നത്. എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എല്ലാവരും ആകെ അന്തം വിട്ടു പോകുകയാണ്. ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു മനസ്സുമായിട്ടായിരുന്നു അവൾ നിന്നിരുന്നത് എന്നൊക്കെ ആലോചിച്ച് എന്തായാലും നമ്മുടെ സരയുവിനെയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളെയും കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഒരു പക്ഷേ അവളെയും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് ക്ലൈമാക്സിൽ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.